വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. കൊല്ലം ബൈപ്പാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ബൈപ്പാസ് നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണ സഹകരണമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വൈകിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് കൊല്ലം ആശ്രാമം മൈതാനത്ത് എത്തിയ പ്രധാനമന്ത്രി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ തുടങ്ങിയവരെല്ലാം ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് പ്രസംഗിച്ച പ്രധാനമന്ത്രി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പൂർണ്ണമായും സഹകരിച്ചെന്ന് പറഞ്ഞു. On the banks of the Astamudi Lake, I sense recovery from the floods of last year. But we have to work harder to rebuild Kerala. I congratulate you for completion of this bypass, which will make life easier for the people. Ease of living for the people is the commitment of my government. We believe in Sabka Saath, Sabka Vikas. വികസന രംഗത്ത് NDA സർക്കാർ നടത്തുന്ന പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. നേരത്തെ സ്വാഗത പ്രസംഗം നടത്തിയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ബൈപ്പാസിന്റെ നിർമ്മാണത്തിന്റെ 70% പൂർത്തിയാക്കിയത് NDA സർക്കാരാണെന്ന് പറഞ്ഞു. മോഡൽ കോസ്റ്റ് ഷെയറിംഗ് പ്രോജക്ട് between the center and the state. The design, the DPR, tendering, execution and whole supervisions have been done by the intelligent engineers of the National Highway Division of the state PWD. The state is proud of their commendable work. 70% of the bypass, including all the span peaks and pier caps of the 3 bridges, 66% of the abutment were constructed by the Pinarayi government during the last 2.5 years. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ബൈപ്പാസ് പദ്ധതിയും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും ഉയർത്തിക്കാട്ടി കേരളത്തിലെ അടിസ്ഥാന വികസന രംഗത്തുണ്ടായ മാറ്റങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ വിശദീകരിച്ചു. കേരളത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന പരാതി ഇപ്പോൾ ഉന്നയിക്കാൻ സാധിക്കില്ല എന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് വേദിയിൽ വെച്ച് തന്നെ മറുപടി നൽകി. ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ BJP പ്രവർത്തകരുടെ ആസൂത്രിത ശ്രമം. ബഹളം വച്ചവരെ മുഖ്യമന്ത്രി താക്കീത് ചെയ്തതിനു ശേഷമാണ് BJP പ്രവർത്തകർ ബഹളം അവസാനിപ്പിച്ചത്. തിരികെ വാർത്തകളിലേക്ക്. ശബരിമലയിൽ സർക്കാരിന് രഹസ്യ അജണ്ടയില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സുപ്രീംകോടതി വിധി നടപ്പാക്കുക മാത്രമാണ് സർക്കാരിന്റെ അജണ്ടയെന്നും കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം വ്യക്തമാക്കുന്നു. നിരീക്ഷണ സമിതി റിപ്പോർട്ട് പരിശോധിക്കവേ കോടതി നടത്തിയ പരാമർശങ്ങൾക്കുള്ള വിശദീകരണമായാണ് സർക്കാർ വിശദമായ സത്യവാങ്മൂലം സമർപ്പിച്ചത്. സൈക്കിൾ പ്യൂർ അഗർബത്തീസ് ശബരിമല വിശേഷങ്ങൾ ബ്രോട്ട് യു ബൈ സൈക്കിൾ 3-in-1 അഗർബത്തി, രാജ്യത്തിന്റെ ഓരോ പ്രാർത്ഥനയോടൊപ്പം. ശബരിമലയിലെത്തുന്ന പുരുഷ ഭക്തന്മാരുടെ വിശ്വാസം പരിശോധിച്ചറിയുക സാധ്യമല്ലെന്ന് സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ വിശ്വാസവും പരിശോധിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്നത് ലിംഗവിവേചനവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കി. സർക്കാരിന് സ്ത്രീ പ്രവേശനത്തിൽ രഹസ്യ അജണ്ടയില്ല. സുപ്രീംകോടതി വിധി നടപ്പാക്കുക എന്ന അജണ്ട മാത്രമേ സർക്കാരിനുള്ളൂ. രഹസ്യ അജണ്ടയുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു പാർട്ടിയും അവരുടെ അനുബന്ധ സംഘടനകളുമാണ്. ബിന്ദുവും കനകദുർഗയും അവിശ്വാസികളാണെന്ന വാദം തെളിയിക്കാൻ വേണ്ട രേഖകളില്ല. സ്ത്രീ പ്രവേശനത്തിൽ ബാഹ്യ ഏജൻസിയുടെ ഇടപെടലുണ്ടെന്ന വാദത്തിന് അടിത്തറയില്ല. 2 സ്ത്രീകൾ മല കയറിയതിനാൽ ശബരിമലയിൽ കുഴപ്പങ്ങളില്ല. സാധുക്കളായ 2 യുവതികൾ ശബരിമലയിൽ കയറിയതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. നിരീക്ഷണ സമിതി സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിഗണിക്കവേ ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ ദിവസം ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിനുള്ള വിശദീകരണം എന്ന നിലയ്ക്കാണ് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചത്. സാലി മുഹമ്മദ്, കൊച്ചി. ആലപ്പാട്ടെ കരിമണൽ ഖനനം തടയണമെന്ന ഹർജിയിൽ സർക്കാരിനോടും IREയോടും ഹൈക്കോടതി നിലപാട് തേടി. നിയമവിരുദ്ധ കരിമണൽ ഖനനം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി കേസ് തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി. കരിമണൽ ഖനനത്തെ തുടർന്ന് ആലപ്പാട് പഞ്ചായത്ത് കടലെടുത്തു പോകുന്ന സ്ഥിതിയാണെന്നും സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ആലപ്പാട് സ്വദേശിയാണ് ഹർജി നൽകിയത്. 89.5 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ടായിരുന്ന ആലപ്പാട് പഞ്ചായത്തിന്റെ വിസ്തൃതി ഭയാനകമാം വിധം കുറഞ്ഞതായി ഹർജിയിൽ പറയുന്നു. ചെറുകിട വ്യവസായങ്ങളെ തരംതിരിക്കുന്നതിന് ടേൺ ഓവർ സമ്പ്രദായം കൊണ്ടുവരാനുള്ള നീക്കം പ്രതിഷേധാർഹമെന്ന് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ. ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടാൻ ഇത് ഇടയാക്കുമെന്നും പ്രസിഡന്റ് M. ഖാലിദ്, സെക്രട്ടറി A. നിസാമുദ്ദീൻ എന്നിവർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ധനകാര്യ സ്ഥാപനങ്ങൾ ചെറുകിട വ്യവസായ മേഖലയോട് അവഗണന കാട്ടുന്നതായും അവർ ആരോപിച്ചു.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.